Good morning dear students. Welcome to today's online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്നുള്ള ടോപ്പിക് തന്നെയാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വലൻ്റ് പ്രൊഡക്ഷനിൽ യൂണിറ്റ്സിനെ മാത്രമാണ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സിനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ പ്രോസസ് കോസ്റ്റുകൾ കൂടി നമുക്ക് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റുകൾ കൂടി നമുക്ക് തരികയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം to identify the completed units cost. കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് നമുക്ക് വരയ്ക്കണം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ വരയ്ക്കണം. അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെയും ദെൻ കൺവേർട്ടഡ് കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെയൊക്കെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നമുക്ക് വരയ്ക്കണം. അപ്പോൾ പ്രോസസ് കോസ്റ്റ് കൂടി ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തിരുന്ന പോലെ ജസ്റ്റ് ഒരു ഈക്വലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല. അതിൻ്റെ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനൊക്കെ വരച്ചാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റേജിൽ അതൊരു എസ്എ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലിലേക്ക് വരികയാണ്. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. 3 സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് അത് എന്തായിട്ട് വരാം, ഒരു ടഫായിട്ടുള്ള ടോപ്പിക്കൊക്കെ അതിലേക്ക് കടന്നു വരാം. അങ്ങനെ അത് എസ്എ ടോപ്പിക്കിന് തുല്യമായിട്ടുള്ളൊരു അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 54 എക്സാമ്പിൾ 15 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻപുട്ട് 3800 യൂണിറ്റ്സ്, ഔട്ട്പുട്ട് 3000 യൂണിറ്റ്സ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ്സ്, ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ 80%, ലേബർ 70%, ഓവർഹെഡ് 70%, പ്രോസസ് കോസ്റ്റ് മെറ്റീരിയൽ 7280, ലേബർ 10680, overheads 7120. Find out A. Equivalent production, B. Cost per unit of equivalent production, C. Prepare the process account assuming that there is no opening work in progress and process losses. നമുക്ക് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും പ്രോബ്ലം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി പറയാം. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇതിൽ നമുക്ക് പ്രോസസ് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും അല്ലെങ്കിൽ മറ്റ് ലോസസ് ഒന്നുമില്ല. ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേ വേണ്ടൂ. പക്ഷേ അതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് വരയ്ക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ വരയ്ക്കണം. ദെൻ എന്ത് വരയ്ക്കണം? പ്രോസസ് കോസ്റ്റ് വരച്ച് അത് ടാലി ആക്കണം. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എസ്എ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അടുക്കുകയാണ് കേട്ടോ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇതിനൊക്കെ കുറച്ചാണ് 1-2 അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എസ്എ ഒക്കെ ആയിട്ട് ചോദിക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. ഇതിൽ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് പറഞ്ഞിട്ടുള്ളത് 3800 ഇൻപുട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് എന്ന് നമുക്ക് എഴുതിയാൽ മതി. ഇൻപുട്ട് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 3800 യൂണിറ്റ്സ് ആണ്. 3800. ഇനി അതിൽ ഔട്ട്പുട്ടിൽ നമുക്ക് എഴുതാനുള്ളത് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആണ് അല്ലേ. ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കത് കംപ്ലീറ്റഡ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതാം. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. എത്ര യൂണിറ്റ് ആണ്? 3000 യൂണിറ്റ്. 3000 യൂണിറ്റ് ആകുമ്പോൾ 800 യൂണിറ്റ് ആയിരിക്കും നമുക്ക്
എന്ത് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വരുന്നത് 100% 3000, 100% 3000. ഇനി അടുത്തത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ്സ് ആണ്. ഇനി അതിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എത്രയാണെന്ന് നോക്കുക. മെറ്റീരിയൽ 80% ആണ്. മെറ്റീരിയലിൻ്റെ 80%. 80% എന്ന് പറയുമ്പോൾ 640. ദെൻ ലേബർ ആൻഡ് ഓവർ ഹെഡ് 70% ആണ്. അപ്പോൾ 560. ഈ 800-ൻ്റെ ആണ് 80%, 70% കേട്ടോ. ഇനി അത് മറക്കണ്ട. 560. വേറൊന്നുമില്ല, വേറൊന്നും നമുക്ക് വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ മെറ്റീരിയലിൻ്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് 3640 ആണ്. ലേബറിൻ്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് 3560 ആണ്. ദെൻ ഇതിൻ്റെയും ഓവർ ഹെഡിൻ്റെയും കംപ്ലീറ്റഡ് യൂണിറ്റ്സ് 3560 ആണ്. അപ്പോൾ ഇതൊന്നും ഓർമ്മ വയ്ക്കുക. 3560, 3560, 3640 കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ വരച്ച് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഡിമാൻഡ് ചെയ്തിട്ടുള്ള 4 കാര്യങ്ങൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ടും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് അസ്യൂം ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ പ്രോസസ് ലോസ് ഒന്നും ഇല്ല എന്ന് അസ്യൂം ചെയ്ത് നമ്മൾ എന്തുകൂടി വരയ്ക്കണം? പ്രോസസ് അക്കൗണ്ട് കൂടി വരയ്ക്കണം. അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം യൂണിറ്റ് കോസ്റ്റ് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് വരയ്ക്കുമ്പോൾ സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ളത്. പല മെത്തേഡുകൾ മാറി വരുമ്പോൾ ചിലപ്പോൾ ഇതിന് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം. എങ്കിലും ഇതൊന്ന് പഠിച്ചു വെക്കണം കുട്ടികൾ. ഇവിടെ ആദ്യം നമ്മൾ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ എലിമെൻ്റ് നമുക്കറിയാലോ. എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഡിവൈഡഡ് മെയിൻലി ഇൻറ്റു 3. എന്താണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. അപ്പോൾ ആ എലിമെൻറ്റ്സിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അഗെയിൻ ഇറ്റ് ഈസ് സബ് ഡിവൈഡഡ് ഇൻറ്റു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അതിലാണ് ഇൻഡയറക്റ്റിലാണ് ഓവർ ഹെഡ്സ് വരുന്നത്. അപ്പോൾ ഇതിലെ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റിലെ മെറ്റീരിയൽ അതുപോലെ തന്നെ ലേബർ, ഓവർ ഹെഡ്സ്, ഈ 3 ഐറ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ കോസ്റ്റുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കോസ്റ്റ് ഇവിടെ എടുത്ത് എഴുതുക. ദെൻ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ഇവിടെ എടുത്ത് എഴുതുക. എന്നിട്ട് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഈ കോസ്റ്റിനെ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ഇത് നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് എഴുതാം? യൂണിറ്റ്സ് ആണിത്. യൂണിറ്റ്സ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കത് എഴുതാം. എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് ആദ്യം. മെറ്റീരിയൽസ്, മെറ്റീരിയലാണ് എലിമെൻറ്റ്, ആദ്യത്തെ എലിമെൻറ്റ്. അതിൻ്റെ എന്ത് നോക്കുക? അതിന് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് നോക്കുക. മെറ്റീരിയൽസിന് 7280 ആണ് തന്നിട്ടുള്ളത്. 7280 തന്നിട്ടുള്ളത്. ദെൻ മെറ്റീരിയലിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നോക്കുക. അതെവിടെ നോക്കുക? നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ വരച്ചില്ലേ? അതിൽ മെറ്റീരിയലിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, മെറ്റീരിയലിന് താഴെ നമുക്കറിയാം 3640, 3640. ഇനി എന്ത് ചെയ്യാം? കോസ്റ്റ് പെർ യൂണിറ്റ്, ലാസ്റ്റ് കോളം 7280-നെ 3640 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റുപ്പീസ്
2. 2 രൂപ, ഒരു യൂണിറ്റിന് 2 രൂപ. മെറ്റീരിയൽസ് കഴിഞ്ഞു. ഇനി അടുത്തത് ലേബർ ചാർജസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 10,680. 10,680. അതിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ 3,560. 3,560. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3,560 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 per unit. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 3 രൂപ ഒരു യൂണിറ്റിന്. ദെൻ ഇത് കഴിഞ്ഞാൽ എന്താണ്? ഓവർ ഹെഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തനിയെ വരും. ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓവർ ഹെഡ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7,120. 7,120. അതിൻ്റെ യൂണിറ്റ്സ് സെയിം ആണ്. 3,560 ആണ് അതിൻ്റെ യൂണിറ്റ്സ്. അതിൻ്റെ യൂണിറ്റ്സ് സെയിം ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ₹2 per unit. 2 രൂപ ഒരു യൂണിറ്റിന് 2 രൂപ. അപ്പോൾ മെറ്റീരിയലിന് 2 രൂപ, ലേബറിന് 2 രൂപ, ഓവർ ഹെഡ്സിന് മെറ്റീരിയലിന് 2 രൂപ, ലേബറിന് 3 രൂപ, ഓവർ ഹെഡ്സിന് 2 രൂപ. അങ്ങനെ ടോട്ടലി 3, 2, 5, 2, 7 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. 7 രൂപ. അപ്പോൾ 7 രൂപയാണ് ടോട്ടൽ. നമുക്ക് ഇതിൻ്റെ കോസ്റ്റിൻ്റെ ടോട്ടൽ വേണമെങ്കിൽ കണ്ടുവയ്ക്കാം. ഇവിടെ 17, 25, 80, 25,080. ഇത് നമുക്ക് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴോ ഒക്കെ ആവശ്യം വരാം. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഉള്ളത്. വളരെ എളുപ്പമാണ്. ഇത് പഠിച്ച് ഒന്നിൽ ഹെഡിങ് പഠിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡായിട്ട് ഇങ്ങനെ 2, 3, 2 എന്നുള്ള രീതിയിൽ വാല്യുവേറ്റ് ചെയ്യാം. ടോട്ടൽ യൂണിറ്റ്സിന് വേണമെങ്കിൽ നമുക്ക് 7 വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാല്യൂ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, 3ാമത്തെ ഐറ്റമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഔട്ട്പുട്ടിൻ്റെ വാല്യുവേഷൻ നടത്തുക എന്നുള്ളതാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടി അടങ്ങിയതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ 3ാമത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത്. 3ഉം 4ഉം ആണ്. അപ്പോൾ ഇവിടെ 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരയ്ക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ അങ്ങനെ പ്രത്യേകിച്ച് കോളംസ് ഒന്നുമില്ല. ഇവിടെ ഞാൻ ടെക്സ്റ്റിലെ ഫോർമാറ്റ് അനുസരിച്ച് വരച്ച് വെച്ചെന്ന് മാത്രം. ഇങ്ങനെ 3 കോളൊന്നും വേണമെന്നില്ല. ഒരു ഇന്നർ കോളം നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതാൻ നല്ലതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് അനുസരിച്ച് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് 7 രൂപയാണെന്ന് കണ്ടു. ഒരു യൂണിറ്റിന് 7 രൂപ. മെറ്റീരിയലിന് തന്നെ 2 രൂപ, ലേബറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 3 രൂപ, ഓവർ ഹെഡ്സിന് 2 രൂപ, ടോട്ടല് 7 രൂപ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, ഞാൻ പറഞ്ഞ പോലെ ഔട്ട്പുട്ടിൻ്റെ വാല്യുവേഷനാണ്. ഔട്ട്പുട്ടിൽ 2 പോയിൻ്റ് ആണല്ലോ. ഒന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര യൂണിറ്റാ? 3000 യൂണിറ്റാണ് അല്ലേ? 3000 യൂണിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? 3000 യൂണിറ്റ്സ് ഇൻറ്റു ₹7. 7 രൂപയാണ് ഒരു യൂണിറ്റിന്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം.
അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതിയിട്ട് ചെയ്യാം. 3000 ഇൻറ്റു മെറ്റീരിയലിന് 2, 3000 ഇൻറ്റു 3, 3000 ഇൻറ്റു 2 അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ എളുപ്പം അതാണ്. അപ്പോൾ 21,000. അപ്പോൾ ഇത് ഈ എമൗണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് പ്രോസസ് അക്കൗണ്ട് വരച്ച് എഴുതി ടാലി ആവണം. അതാണ് അതിൻ്റെ അർത്ഥം. 21,000. ഇനി അതിൽ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. രണ്ടാമത്തെ ഐറ്റം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460 യൂണിറ്റാണ്. 460 അല്ല, ഇതിൽ വ്യത്യാസമുണ്ട്. ഇതിൽ 800 യൂണിറ്റാണ്. ഈ പ്രോബ്ലത്തിൽ 800 യൂണിറ്റാണ്. പക്ഷേ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യണം. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് ആദ്യം മെറ്റീരിയൽ എടുക്കാം. മെറ്റീരിയലിൻ്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് നോക്കുക. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആകെ 800 യൂണിറ്റാണ്. അതിൽ മെറ്റീരിയലിന് 80% ആണ് കംപ്ലീഷൻ. അപ്പോൾ 640 യൂണിറ്റാണ്. അപ്പോൾ 640 ഇൻറ്റു ₹2. 640 ഇൻറ്റു ₹2. 640 ഇൻറ്റു ₹2 എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 2 രൂപയാണ്. അപ്പോൾ അങ്ങനെ 1280. 1280. അടുത്തത് ലേബറാണ്. ലേബറിൻ്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 560 ആണ്. അപ്പോൾ 560 ഇൻറ്റു ₹3 ആണ് ലേബറിന്. 560 ഇൻറ്റു ₹3 1680. 1680. ഇതിനടുത്ത് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സിൻ്റെ ഇത് തന്നെ 560 യൂണിറ്റ് തന്നെയാണ് അവരുടെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഇൻറ്റു ₹. അതിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്, 2 രൂപയാണ്. 560 ഇൻറ്റു ₹2, ദാറ്റ് ഈസ് 1120. ടോട്ടൽ ചെയ്യുമ്പോൾ 4080. $25,080. 25,080. അപ്പോൾ നേരത്തെ കോസ്റ്റും ഈ കോസ്റ്റും ഈക്വൽ ആണ്. നമുക്ക് നേരത്തെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ കോസ്റ്റ് കോളം ടോട്ടൽ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇത് ടോട്ടലായി. അപ്പോൾ ഇത് വേണമെങ്കിൽ ടെക്സ്റ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നൊരു ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരും. പക്ഷേ അതിൻ്റെ ഇതിൽ ചെയ്യുന്ന മെത്തേഡിലോ മറ്റു കാര്യങ്ങളോ ഒന്നും മാറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പ്രോസസ് അക്കൗണ്ട് കൂടി വരച്ചാലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ, 4ാമത്തെ പ്രോസസ് അക്കൗണ്ട്. ഇനി നമുക്ക് ഇതിൽ ആദ്യം എഴുതേണ്ടത് ഓരോ ഐറ്റംസ് മെറ്റീരിയൽസ് എഴുതാം. മെറ്റീരിയൽസ് എഴുതാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻപുട്ട് 3800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 മെറ്റീരിയൽസ് 3800 യൂണിറ്റ്സ് ആണ്. എമൗണ്ട് 7280. 7280. അടുത്തത് മെറ്റീരിയൽ കഴിഞ്ഞാൽ അടുത്ത് ലേബറിൻ്റെ എമൗണ്ട് 10,680. 1680.
10680. Then overheadsന്റെ amount 7120, 7120. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിനിഷ്ഡ് സ്റ്റോക്ക് ബൈ സൈഡിൽ അതിൻ്റെ ഔട്ട്പുട്ട് എഴുതാം. ബൈ നോർമൽ ലോസ് ഒന്നും ഇല്ലല്ലോ അതിൽ. ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് എത്രയാണ്? ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് പോയിട്ടുള്ളത് 3000 യൂണിറ്റ്സ് ആണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ എവിടെ നിന്ന് നോക്കി എഴുതണം? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നോക്കിയിട്ട് എഴുതണം. അവിടെ 3000 യൂണിറ്റിന് 21,000 ആണ് വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത്. അതെടുത്ത് എഴുതുക. അപ്പോൾ ആ വാല്യുവേഷൻ ചെയ്ത എമൗണ്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാൻ. ബൈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അത് എത്ര യൂണിറ്റാണ്? 800 യൂണിറ്റാണ്. അതിൻ്റെയും വാല്യൂ അവിടെ നിന്ന് നോക്കുക. 800 യൂണിറ്റാണ് വാല്യൂ കണ്ടുവച്ചിട്ടുള്ളത്. 4080, 4080 ആണ് വാല്യൂ കണ്ടുവച്ചിട്ടുള്ളത്. ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്കിത് ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റ് ടാലി ആയിട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. ഇവിടെ 25,080. അപ്പോൾ ഇതോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അവസാനിച്ചിട്ടുള്ളൂ. ഈ എമൗണ്ട് നമുക്ക് ആദ്യമേ അവിടെ കിട്ടിയ എമൗണ്ടാണ്. അത് ഇവിടെ ടാലി ആയിട്ട് വരണം. ഈ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെയൊക്കെ എമൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ? ഈ എമൗണ്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും 4 സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം, എന്നാലാണ് ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. Our next topic is when process costs are given and there are process losses. Process cost തരും, അവിടെ പ്രോസസ് ലോസസും ഉണ്ടായിരിക്കും. പക്ഷേ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചില്ലേ? ലോസ് വെച്ചിട്ട്, നോർമൽ ലോസും അബ്നോർമൽ ലോസൊക്കെ വെച്ചിട്ട് വരച്ചില്ലേ? അതുപോലെ തന്നെ ഈക്വലൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നതിൽ യാതൊരു മാറ്റമില്ല, അതേപോലെ തന്നെ. പക്ഷേ അതിൻ്റെ കൂടെ കോസ്റ്റ് കൂടി വരും. അപ്പോൾ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എക്സാമ്പിൾ 16 പേജ് നമ്പർ 56 എക്സാമ്പിൾ 16 ഞാൻ വായിക്കാം. ഡ്യൂറിങ് ജാനുവരി 2000 units were introduced into process 1. The normal loss was estimated at 5% on input. At the end of the month, 1,400 units had been produced and transferred to the next process. 460 units were completed and 140 units had been scrapped. 140 യൂണിറ്റ് ആണ് സ്ക്രാപ്പ് ചെയ്തിട്ടുള്ളത്. It was estimated that uncompleted units had reached a stage in production as follows. അതായത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. മെറ്റീരിയൽ 75% കംപ്ലീറ്റ്, ലേബർ 50% കംപ്ലീറ്റ്, ഓവർഹെഡ് 50% കംപ്ലീറ്റ്. The cost of 2,000 units was 5,800. 2000 യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 5,800 ആണ്. Direct material introduced during the process amounted to 1,440. Direct wages amounted to rupees 3,340. Production overheads incurred were rupees 1,670. Units scrapped realized rupee 1 each. Units scrapped passed through the process, so were
100% complete as regards material, labor and overheads. Find out equivalent production. B point cost per unit. C point show the necessary accounts. Necessary accounts എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ടും ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ വരയ്ക്കാം. പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, ഇവാലുവേഷൻ, പ്രോസസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ആ അക്കൗണ്ട്. അതിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷനിൽ നോർമൽ ലോസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോസ് ഉണ്ടാവാനോ ഗെയിൻ ഉണ്ടാവാനോ ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോവാം, സൊല്യൂഷനിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് നോക്കാം. എക്സാമ്പിൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് 2000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ് കോളത്തിൽ 2000 എഴുതി. ഇനി നമുക്ക് ഔട്ട്പുട്ട് കോളത്തിൽ ആദ്യം എഴുതേണ്ടത് നോർമൽ ലോസ് എത്രയാണെങ്കിൽ അതാണ്. ദ നോർമൽ ലോസ് വാസ് എസ്റ്റിമേറ്റഡ് 5% ഓഫ് ഇൻപുട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോർമൽ ലോസ് 5% ഓഫ് ഇൻപുട്ടാണ്. അപ്പോൾ 200 പകുതി 100 യൂണിറ്റ് ആണ് നമ്മുടെ നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇനി തന്നിട്ടുള്ള എന്താണെന്നുള്ളതാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് 1400 യൂണിറ്റ്സ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1400 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1400 യൂണിറ്റ്സ്, 1400 യൂണിറ്റ്സ്. ഇതിൻ്റെ കംപ്ലീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം 100, 1400, അതിലൊന്നൊരു മാറ്റമില്ല. 100 ഇങ്ങനെ വരയ്ക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ കണ്ടപ്പോൾ ഇത് പെർസെൻറ്റേജിൻ്റെ കോളം കുറച്ചുകൂടി ഞാൻ ചെറുതാക്കി, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. കുറച്ചുകൂടി നോട്ട്ബുക്കിൽ കുറച്ചുകൂടി സ്ഥലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡിലെ നോർമൽ ലോസ് നമ്മൾ എഴുതി. ദെൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എഴുതി. അടുത്തത് വായിച്ചു നോക്കുക. ടു ദ നെക്സ്റ്റ് പ്രോസസ്. ദെൻ 460 യൂണിറ്റ്സ് വേർ അൺകംപ്ലീറ്റഡ് ആൻഡ് 140 യൂണിറ്റ്സ് ഹാഡ് ബീൻ സ്ക്രാപ്പ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ 460 യൂണിറ്റ് അൺകംപ്ലീറ്റഡ് ആണ്. അൺകംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്ലോസിംഗ് WIP എന്ന് പറയുന്നത് 460 യൂണിറ്റ് ആണ്. 460 യൂണിറ്റിന് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേന് 75% ആണ് മെറ്റീരിയൽ. അപ്പോൾ 345 തന്നെ. അടുത്തതിന് 230 50% ആകുമ്പോൾ 230. ഇവിടെയും 50% ആണ് 230. ദെൻ ഇനി അടുത്ത കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് 140 യൂണിറ്റ്സ് ഹാഡ് ബീൻ സ്ക്രാപ്പ്ഡ്. 140 യൂണിറ്റ് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഓൾറെഡി എത്ര യൂണിറ്റ് ആണുള്ളൂ? നോർമൽ ലോസ് 100 യൂണിറ്റ് ഉള്ളൂ. അപ്പോൾ 140 യൂണിറ്റ് സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ 40 യൂണിറ്റ് എന്ത് വന്നിട്ടുണ്ടാവും? അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ടാവും. ഇത് ഒരു ഓപ്ഷൻ. ഇതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്താൽ കിട്ടും. ബാലൻസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് 40 യൂണിറ്റ് അവിടെ കിട്ടും. ഇപ്പം 100, 40. ഇത് ഫുൾ വാല്യൂയിലാണ് വാല്യൂ ചെയ്യാന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞു. നമ്മുടെ അബ്നോർമൽ ലോസ് ആയാലും അബ്നോർമൽ ഗെയിൻ ആയാലും അത് ഫുൾ വാല്യൂയിലാണ് വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇത്രയാണല്ലോ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പഠിക്കുന്നത് ഇപ്പോൾ ഈ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ഏറെക്കുറെ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ്. ഇനിയും ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, ഓരോ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക, ഓരോ ഐറ്റത്തിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് എഴുതാവുന്ന എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ആദ്യം എഴുതാവുന്നത് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിനെ നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് കോസ്റ്റ് തന്നിട്ടുള്ളത്. ഒന്ന്, 2000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്രോസസ്സിലേക്ക്, അതിന് 5800 രൂപയാണ്. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് 2000 യൂണിറ്റ്സിന് വന്നിട്ടുള്ള എമൗണ്ട് 5800, 5800 രൂപയാണ്. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഒരു 1440 ഉണ്ട്. ആഡ് ഡയറക്റ്റ് മെറ്റീരിയൽസ് 1440. അപ്പോൾ ഇവിടെ 0, 4, 7240. ദെൻ അവിടെ ഒരു കാര്യമുണ്ട്, ലെസ് സ്ക്രാപ്പ് വാല്യൂ. ലെസ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം 140 രൂപ യൂണിറ്റ് സ്ക്രാപ്പ്ഡ് റിയലൈസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ 140 രൂപ സ്ക്രാപ്പിലേക്ക് കുറയ്ക്കാൻ പറ്റില്ല. 100 യൂണിറ്റിന് നോർമൽ ലോസിൻ്റെ ലെസ് സ്ക്രാപ്പ് ബ്രാക്കറ്റിൽ നോർമൽ ലോസ് 100 × 1 100, 7140. 7140. ഇനി ഡയറക്റ്റ് വേജസ് 3340. അടുത്തത് ഓവർഹെഡ്സ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്സ്. നമുക്ക് പറഞ്ഞിട്ടുള്ളത് 1670, 1670. ടോട്ടൽ ചെയ്യാം 0, 12150. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് മെറ്റീരിയലിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നോക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നോക്കാം. 1785.
1785. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാട്ടോ, രണ്ടും കുഴപ്പമില്ല. 1785 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ₹4, 4 രൂപ. ദെൻ വേജസിൻ്റെ, ലേബറിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എത്രയാണ്? 1670, 1670. ഇനി ടോട്ടൽ കോസ്റ്റിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 രൂപ. ഇവിടെയും 1670 തന്നെയാണ് വരിക. ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അറിയാലോ 1 രൂപയാണ്. അപ്പോൾ 4 2 6 1 7 രൂപ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 12,150. അപ്പുറത്ത് കോസ്റ്റ് പെർ യൂണിറ്റ് 7 രൂപ. ഇനി മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 4 രൂപ. ലേബറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 2 രൂപ. ദെൻ ഓവർ ഹെഡ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 1 രൂപ. അങ്ങനെ ടോട്ടൽ ₹7 ആണ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് സാധാരണ പോലെ തന്നെ പോകാം. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ ആദ്യം നോക്കാം. നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ നോക്കാം. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റാണ്? നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞിട്ടുള്ളത് 1400 യൂണിറ്റ്സ് ആണ് ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞിട്ടുള്ളത്. 1400. അപ്പോൾ 1400 യൂണിറ്റ്സ് ഇൻറ്റു ₹7. 1400 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് വരുന്നത് 9800. 9800. അടുത്തത് ഫിനിഷ്ഡ് ഗുഡ്സ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് കാണുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഞാനിത് ഒന്നിച്ച് കണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മെറ്റീരിയലിനെ നമുക്കുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് 345 യൂണിറ്റാണ്. മെറ്റീരിയൽ 345 യൂണിറ്റ്സ് ആണ്. ഇൻറ്റു ₹, എത്രയാണ്? 4. 345 യൂണിറ്റിന് 4 രൂപ വെച്ച് 1380. 1380. മെറ്റീരിയൽ കഴിഞ്ഞാൽ അടുത്തത് ലേബറാണ്. ലേബറിന് നമുക്കുള്ളത് 230 യൂണിറ്റാണ്. 230 യൂണിറ്റ് 2 രൂപയാണ് ലേബറിനുള്ളത്. അപ്പോൾ നമുക്കറിയാം 460 രൂപയാണ് വരിക. അടുത്തത് ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സിനെയും 230 തന്നെയാണ്. അതിന് നമുക്ക് 1 രൂപയാണ്. അതെ, 1 രൂപയാണ് വരിക. 1 രൂപ വരുമ്പോൾ അതിന് 230 രൂപയാണ് വരിക. അപ്പോൾ ഇവിടെ വരുന്നത് 0 9 17 2070. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു അബ്നോർമൽ ലോസ് ഉണ്ട്. അബ്നോർമൽ ലോസ്
ഗുഡ് യൂണിറ്റ്സ് പോലെ തന്നെ നോക്കാം. 40 യൂണിറ്റ്സ് ആണുള്ളത് ഇൻറ്റു ₹7. 7 രൂപ വെച്ചിട്ടാണ് നമുക്ക് ടോട്ടൽ അങ്ങനെ വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ 280 രൂപ. 280 രൂപ. ഇത് വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ ചെയ്ത് വെക്കാം. 0 12,150 12,150 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫുൾ വാല്യൂവിലാണ് വാല്യൂ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തെറ്റില്ല. പ്രോസസ് 1 അക്കൗണ്ടാണ്. നമുക്ക് സാധാരണ അക്കൗണ്ട് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ നോക്കാം. കുട്ടികൾക്ക് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ 2000 യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 2000 യൂണിറ്റ്സ്. ഇനി നമുക്ക് ആ 2000 യൂണിറ്റ്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 5800 തന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ 5800. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ അത് 1440 ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് വേജസ് നമുക്ക് തന്നിട്ടുള്ള എന്താണെങ്കിലും എഴുതാം കേട്ടോ. വേജസ് ആണെങ്കിൽ വേജസ് എഴുതാം, ലേബർ ആണെങ്കിൽ ലേബർ എഴുതാം. 3340 3340. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ്. പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് വന്നിട്ടുള്ളത് 1670 1670. ഇവിടെ ആദ്യം നമുക്ക് ബൈ നോർമൽ ലോസ്. നോർമൽ ലോസ് എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം 100 യൂണിറ്റ് ആണ്. ഈ 100 യൂണിറ്റ് 1 രൂപ വെച്ച് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് കോളത്തിലും 100 യൂണിറ്റ് എഴുതി. അബ്നോർമൽ ലോസ് ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. കാരണം ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ചെയ്തതാണ്. അപ്പോൾ ഇനി ബാലൻസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അബ്നോർമൽ ലോസ് 40 യൂണിറ്റാണ്. 40 യൂണിറ്റിന് അവിടെ വാല്യൂ ചെയ്തു 280 രൂപയാണ് 40 യൂണിറ്റിന്. പിന്നീട് അടുത്തത് നമുക്കറിയാം ഒരു ഫിനിഷ്ഡ് പ്രോസസ് 2ലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളത്. പ്രോസസ് 2 എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വേറെ പ്രോസസ്സ് ഇവിടെ പറയാത്ത കാരണം കൊണ്ട് നമുക്കവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് എഴുതാം. ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ പോയി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് എഴുതാം. അത് നമ്മൾ വാല്യൂ ചെയ്തതാണ്. 1400 യൂണിറ്റാണ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത്. 9800 ആണ് അതിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. 460 യൂണിറ്റാണ്. ടോട്ടല് 2070. ഇത്രയാണുള്ളൂ. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. 2000 ടോട്ടൽ എന്ന് പറയുന്നത് 12,250. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. 2000 യൂണിറ്റ്, ദെൻ 12,250. ഇത്രയാണ് നമുക്ക് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാൻ. ഇതൊന്നുമില്ല, നമുക്ക് നേരത്തെ ഇവാലുവേഷനിൽ കണ്ടിട്ടുള്ള എമൗണ്ടുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക വേണ്ടു. ഇനി നമുക്ക് അബ്നോർമൽ ലോസ് അക്കൗണ്ട് കൂടി വരയ്ക്കാം. അത് നമ്മൾ നേരത്തെ കുറേ വരച്ചിട്ടുള്ളതാണ്, എങ്കിലും അതുകൂടി വരച്ചിട്ടാണ് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടാണ് വരച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പ്രോസസ് അക്കൗണ്ട് എടുക്കുമ്പോൾ കുറേ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി ചെയ്യാം. ഇതിൽ 2 പ്രോസസ്
വൺ അക്കൗണ്ട് 40 യൂണിറ്റ് ആണ്. ഇതാണ് ലോസ്. 40 യൂണിറ്റ് 280 രൂപ. പല കുട്ടികളോടും ചോദിക്കുമ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അതിനൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ പ്രോസസ് അക്കൗണ്ടിൽ നമുക്കറിയാം ബൈ നോർമൽ അബ്നോർമൽ ലോസ് ആണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി പറഞ്ഞു നോക്കുക, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ലെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ അബ്നോർമൽ ലോസിൽ ടു പ്രോസസ് വൺ അക്കൗണ്ട് ഇതാണ് വരിക. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 40 യൂണിറ്റാണ് നമുക്ക് ലോസ് സംഭവിച്ചിട്ടുള്ളത്. ഈ 40 യൂണിറ്റിന് 280 രൂപ ലോസാണ്. പക്ഷേ ഈ 40 യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രാപ്പ് ചെയ്യാം. ഇതിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ബൈ ക്യാഷ് ബ്രാക്കറ്റിൽ സ്ക്രാപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1 പെർ യൂണിറ്റ്. 40 യൂണിറ്റ് 1 രൂപയിൽ നമുക്ക് സ്ക്രാപ്പ് ചെയ്യാം. അപ്പോൾ 40 രൂപ കിട്ടും. അതായത് 40 യൂണിറ്റ് ഓൾറെഡി ലോസ് സംഭവിച്ചു. പക്ഷേ ലോസ് സംഭവിച്ചാലും നോർമൽ ലോസ് ആയാലും അബ്നോർമൽ ലോസ് ആയാലും അത് നമുക്ക് 1 രൂപയ്ക്ക് സ്ക്രാപ്പ് ചെയ്യാം, സ്ക്രാപ്പിന് വിൽക്കാം അല്ലേ? ഇനി ബാലൻസ് ചെയ്യാം. 40 280 40 280 ബാലൻസ് 240. ഇത് ലോസാണ്. ഇതെവിടേക്ക് മാറ്റുക? കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബ്രാക്കറ്റിൽ ലോസ് എന്താണ്? ബാലൻസിങ് ഫിഗർ. ലോസും ആണ് ബാലൻസിങ് ഫിഗറും ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണല്ലോ. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കഴിച്ചത് നമ്മൾ നേരത്തെ ചെയ്ത കാരണം കൊണ്ടാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.